നമസ്കാരം, ഏവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 18. അങ്ങനെ ഇന്ന് മുതൽ നമ്മൾ ഈ കലണ്ടർ മാസത്തിലെ മൂന്നാമത്തെ ആഴ്ചയിലേക്ക് എൻ്റർ ആവുകയാണ്. മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ ഇന്നലെ ഉച്ചവരെ മിഡിൽ ഈസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് മോശമായ പുതിയ ഡെവലപ്മെന്റ്സുകളൊന്നും വന്നില്ലെങ്കിൽ ഇന്നലെ ഉച്ചതിരിഞ്ഞ് അബുദാബിയിലെ ബർക്ക റീജിയനിലുള്ള അവരുടെ ന്യൂക്ലിയർ പ്ലാന്റിന് മുകളിൽ ഡ്രോൺ അറ്റാക്ക് നടന്നു. എന്നാൽ അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ആക്രമണത്തെ വിജയകരമായി തന്നെ തടയുവാനും സാധിച്ചു. ഇതിനെ തുടർന്ന് വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങൾ വീണ്ടും നേരിയ തോതിൽ ചൂടുപിടിക്കുന്ന കാഴ്ചകൾ തന്നെയാണ് കാണുവാനായിട്ടും സാധിക്കുക. ഈ ആക്രമണം നടത്തിയത് ആരാണെന്നുള്ള സ്ഥിരീകരണം ഇതുവരെ വന്നിട്ടുമില്ല. അതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങളൊക്കെ നടന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നു. ഈ ആക്രമണത്തെ UAE അപലപിച്ചിട്ടുമുണ്ട്. ഖത്തറിലെ രാജാവായ അൽത്താനിയും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷാബാസ് ഷെരീഫും തമ്മിൽ ഇറാൻ US മീഡിയേഷനെ കുറിച്ചുള്ള ചർച്ചകൾ നടത്തുന്നു എന്നുള്ള റിപ്പോർട്ട്സും വരുന്നുണ്ട്. വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങൾ ആരംഭിച്ചതിന് ശേഷം ഹോർമൂസ് കടലിടുക്കിലെ പ്രതിസന്ധി മൂലം ഗൾഫ് ഷിപ്പിംഗ്, ഊർജ്ജ വ്യാപാര പാതകളെ തടസ്സപ്പെടുത്തിയതിനെ തുടർന്ന് സിംഗപ്പൂർ UAE മറികടന്നുകൊണ്ട് ഇന്ത്യയുടെ രണ്ടാമത്തെ വലിയ കയറ്റുമതി വിപണിയായിട്ട് മാറിയെന്നുള്ള റിപ്പോർട്ട്സും വരുന്നുണ്ട്. ഇനി മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, അഫ്കോൺസ് ഇൻഫ്രാസ്ട്രക്ചർ, ഓല ഇലക്ട്രിക് മൊബിലിറ്റി, അപ്പോളോ മൈക്രോ സിസ്റ്റംസ്, ആസ്ട്രാൽ, ഡോംസ് ഇൻഡസ്ട്രീസ്, ഗുജറാത്ത് നർമ്മദ വാലി ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ്, GE വെറോണ T&D ഇന്ത്യ, ഇന്ദ്രപ്രസ്ഥ ഗ്യാസ്, JSW സിമെന്റ്, പുറവങ്കര, സൺഫാർമ അഡ്വാൻസ്ഡ് റിസർച്ച് കമ്പനി, സ്ട്രൈഡസ് ഫാർമ സയൻസ്, ത്രിവേണി ടർബൈൻ, സൈഡസ് വെൽനസ് തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് അവയുടെ ക്വാർട്ടർ 4 ഏർണിംഗ്സുകൾ പ്രസിദ്ധീകരിക്കും. ഇനി ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ പ്രകാരം 24,000 എന്ന സൈക്കോളജിക്കൽ ലെവൽ അപ്പർ സൈഡിലേക്ക് ശക്തമായി മറികടന്നുകൊണ്ട് ഈ ലെവലിന് മുകളിലായിട്ട് നിലനിൽക്കുവാൻ ഇന്ന് നിഫ്റ്റിക്ക് സാധിക്കുകയില്ലെങ്കിൽ കൺസോളിഡേഷനോട് കൂടിയുള്ള റേഞ്ച് ബൗണ്ട് ട്രേഡിങ്ങിനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാവുകയുമില്ല. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ 23,400 തുടർന്ന് കഴിഞ്ഞ ആഴ്ചയിലെ വീക്കിലി ലോയായ 23,250 എന്നീ ലെവലുകൾ ഇമ്മീഡിയറ്റ് സപ്പോർട്ടുകളായിട്ട് ഒരുപക്ഷെ മാറിയേക്കാം. ഈ രണ്ട് ലെവലുകളും നിഫ്റ്റിക്ക് ഇന്ന് ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ തുടർന്ന് 23,100 എന്ന ലെവലിലേക്കും പിന്നീട് സൈക്കോളജിക്കൽ ലെവലായ 23,000 എന്ന ലെവലിലേക്കുള്ള നിഫ്റ്റിയുടെ പ്രയാണവും തള്ളിക്കളയാനാവുകയുമില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പേർപ്പസിനു വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ചെയ്തത്. ഇന്ന് ഇന്ത്യയിൽ നിന്നും പ്രധാനപ്പെട്ട മാക്രോ ഇക്കണോമിക് ഡാറ്റകളുടെ റിലീസ് ഒന്നും തന്നെയില്ല. ഇന്നത്തെ പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റുകളിൽ രാവിലെ ഇന്ത്യൻ സമയം 7:30 ചൈനയിൽ നിന്നും ഏപ്രിൽ മാസത്തെ ഇയർ ഓൺ ഇയർ ബേസിസിലുള്ള ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷന്റെയും റീറ്റെയിൽ സെയിൽസ് ഡാറ്റകളുടെ റിലീസ് നടക്കാനിരിക്കുന്നു. വെള്ളിയാഴ്ച ഇന്ത്യൻ മാർക്കറ്റിന് നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നെങ്കിലും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ 1,329.17 കോടി രൂപയ്ക്ക് ബൈയിങ് തുടരുകയാണ് ഉണ്ടായത്. അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 1,958.82 കോടി രൂപയ്ക്ക് സെല്ലിംഗ് ആണ് നടത്തിയതും. ലീഡിംഗ് ആയ ADR സ്റ്റോക്സിൽ ആക്സിസ് ബാങ്ക് ADRന് 1% HDFC ബാങ്ക് ADRന് 1.5%, ICICI ബാങ്ക് ADRന് 0.5% നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ ഡോക്ടർ റെഡ്ഡീസ് ADRന് 0.25%, ഇൻഫോസിസിന് 3.5%, വിപ്രോയ്ക്ക് 2.25% നേട്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. ഇന്നലെ നമ്മൾ മാർക്കറ്റ് ഔട്ട്ലുക്ക് വീഡിയോയിൽ കണ്ടിരുന്നു. വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം US മാർക്കറ്റില് S&P 500 1.25%, നാസ്ഡാക്കിന് 1.5%-ലേറെയും നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. കൂടാതെ US ഡോ ജോൺസ് ഫ്യൂച്ചർ നിലവിൽ 0.5% അഥവാ 282 പോയിന്റുകളുടെ നഷ്ടത്തിലാണ് ഇന്ന് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നതും. കൂടാതെ യൂറോപ്യൻ മാർക്കറ്റ്സ് 1.5% മുതൽ 2%-ലേറെ നഷ്ടത്തോടു കൂടിയിട്ടാണ് വ്യാപാരം അവസാനിപ്പിക്കുകയും ഉണ്ടായത്. നിലവിലെ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഇൻഡിക്കേഷൻ പ്രകാരം ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുവാനായിട്ട് സാധിക്കുക. ഏഷ്യൻ മാർക്കറ്റ്സിൽ ജപ്പാൻ മാർക്കറ്റ് 0.5%-ലേറെയും കൊറിയൻ മാർക്കറ്റ് 3%-ലേറെയും നഷ്ടത്തോടു കൂടിയിട്ടാണ് ഇന്ന് വ്യാപാരം പുനരാരംഭിച്ചിട്ടുള്ളതും. കൊമോഡിറ്റിയിലേക്ക് വന്നു കഴിയുമ്പോൾ ബ്രന്റ് ക്രൂഡിന്റെ വിലയിൽ 1.25%-ലേറെയും ക്രൂഡ് ഓയിലിന്റെ വിലയിൽ 1.5%-ലേറെയും ഉയർച്ചയാണ് അനുഭവപ്പെടുന്നത്. ബ്രന്റ് ക്രൂഡിന്റെ വില $110.69
ക്രൂഡ് ഓയിലിന്റെ വില $107.12 ബാരൽ എന്ന നിലയിലേക്കും എത്തിച്ചേർന്നു. അതേസമയം ഗോൾഡിന്റെ വിലയിൽ 1.25% ഇടിവാണ് അനുഭവപ്പെടുന്നതും $4,493.15 ഔൺസ് എന്ന നിലയിലായിട്ടാണ് ഗോൾഡിൽ വ്യാപാരം നടന്നുകൊണ്ടിരിക്കുന്നതും. ഇനി നമുക്ക് സ്പെസിഫിക് ആയിട്ട് നിഫ്റ്റിയുടെ ടെക്നിക്കൽസുകൾ പരിശോധിക്കാം. വെള്ളിയാഴ്ചയും നേരിടേണ്ട വന്ന ഇടിവിനെ തുടർന്ന് എല്ലാ കീ മൂവിംഗ് ആവറേജുകളുടെ താഴെയായിട്ടാണ് വ്യാപാരം അവസാനിപ്പിച്ച് നിഫ്റ്റിക്ക് തുടരാനായതും. മാത്രമല്ല RSIയും 45.13 എന്ന ലെവലിലായിട്ടാണ് നിലകൊള്ളുന്നതും. വെള്ളിയാഴ്ച നിഫ്റ്റിക്ക് ഹയർ ലെവൽസിൽ ശക്തമായ സെല്ലിംഗ് പ്രഷറും അനുഭവപ്പെട്ടു. മാത്രമല്ല PCR-ലും ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് 0.94 എന്ന ലെവലിലേക്കും എത്തിച്ചേർന്നു. മാക്സ് പെയിൻ 23,700 എന്ന ലെവലിലും. വീക്കിലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 24,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും അതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗും നിലവിൽ കാണുന്നത്. അതേസമയം 23,000 എന്ന സ്ട്രൈക്കിലാണ് പുട്ട് സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നത്. അതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗും നിലവിൽ കാണുക. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. കോൾ ഇന്ത്യയുടെ അനുബന്ധ സ്ഥാപനമായ മഹാനദി കോൾ ഫീൽഡ്സിന്റെ ലിസ്റ്റിംഗിന് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് പബ്ലിക് അസറ്റ് മാനേജ്മെന്റ് വകുപ്പിൽ നിന്ന് അംഗീകാരം ലഭിച്ചു. ഗാർവേർ ഹൈടെക് ഫിലിംസ് കമ്പനിയുടെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ സ്ഥാനത്ത് നിന്ന് ശ്രീ അഭിഷേക് അഗർവാൾ രാജിവെച്ചു. RBL ബാങ്ക് എമിറേറ്റ്സ് NBDയുടെ നിർദ്ദിഷ്ട തന്ത്രപരമായ നിക്ഷേപത്തിനുള്ള സർക്കാർ അംഗീകാര പ്രക്രിയകൾ പൂർത്തിയാക്കിയതായിട്ട് ബാങ്ക് പ്രഖ്യാപിച്ചു. HFCL കമ്പനി അതിന്റെ വിദേശ അനുബന്ധ സ്ഥാപനം വഴി 106.19 കോടി രൂപയുടെ കയറ്റുമതി ഓർഡർ സ്വന്തമാക്കി. RECയെ PFC ലയിപ്പിക്കുന്നതിനുള്ള നിർദ്ദേശം ഡയറക്ടർ ബോർഡ് ഇന്ത്യൻ പ്രസിഡന്റിന്റെ അംഗീകാരത്തിനായിട്ട് മാറ്റിവെച്ചു എന്നുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. വൺ സോഴ്സ് സ്പെഷ്യാലിറ്റി ഫാർമ കർണാടക വ്യാവസായിക നയത്തിന് കീഴിലുള്ള യൂണിറ്റ് 2വിന്റെ വിപുലീകരണ പദ്ധതിക്ക് കമ്പനിക്ക് കർണാടക സർക്കാരിൽ നിന്ന് അനുമതി ലഭിച്ചു. ആദിത്യ ബിർള ക്യാപിറ്റൽ ഫണ്ട് സമാഹരിക്കുന്നതിനായിട്ടുള്ള നിർദ്ദേശം പരിഗണിക്കുന്നതിനും അംഗീകരിക്കുന്നതിനുമായിട്ട് കമ്പനിയുടെ ഡയറക്ടർ ബോർഡ് മെയ് 20 മറ്റന്നാൾ യോഗം ചേരും. ITC ഹോട്ടൽസ് പറയാൻ പോകുന്ന റിസൾട്ടുകളൊക്കെ ക്വാർട്ടർ 4 കൺസോളിഡേറ്റഡ് ഇയർ ഓൺ ഇയർ ബേസിസിലാണ്. നെറ്റ് പ്രോഫിറ്റില് 23%, റവന്യൂവില് 18.2% വർധനവ് രേഖപ്പെടുത്തി. പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ പ്രോഫിറ്റില് 9.7% വർധനവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവില് 5% ഇടിവും രേഖപ്പെടുത്തി. സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ പ്രോഫിറ്റില് 46.6%, റവന്യൂവില് 5.1% വർധനവ് രേഖപ്പെടുത്തി. ഗോഡ്ഫ്രൈ ഫിലിപ്സ് പ്രോഫിറ്റില് 86.7%, റവന്യൂവില് 13.6% വർധനവ് രേഖപ്പെടുത്തി. ഏവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.